എറണാകുളം പാരിയത്തുകാവ് പട്ടികജാതി ഉന്നതി കുടിയൊഴിപ്പിക്കൽ നടപടിക്കെതിരെ പ്രദേശവാസികൾ ഒഴിപ്പിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥരെയും പോലീസിനെയും പ്രദേശവാസികൾ തടയുന്നു. നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള ഒഴിപ്പിക്കൽ നടപടി അംഗീകരിക്കാനാവില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ശരീരത്തിൽ മണ്ണെണ്ണയും ഡീസലും ഒഴിച്ച് പ്രതിഷേധിക്കുകയാണ് പ്രദേശവാസികൾ. സൈഫുനിസ അലിയാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സൈഫുനിസ, വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. എന്തായാലും കുടിയൊഴിപ്പിക്കുന്നതിന് മുന്നോടിയായി ഇവരോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടോ? എന്താണ് ഈ അധികൃതർ ഏത് രീതിയിലാണ് ഈ നടപടി തുടങ്ങിയത്? വാഴക്കുളം പാരിയത്തുകാവിലെ 8 കുടുംബങ്ങൾ താമസിക്കുന്ന ഭൂമിയിലാണ് ഇപ്പോൾ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്കായി ഉദ്യോഗസ്ഥർ എത്തിയത്. ഇത് 15ാം തവണയാണ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നത്. അഭിഭാഷക കമ്മീഷൻ ജയപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നും ഇവിടെ എത്തിയത്. നേരത്തെ 14 തവണ വന്നപ്പോഴും ഈ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇവർ പിരിഞ്ഞു പോയിരുന്നു. പക്ഷേ ഇത്തവണ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചുകൊണ്ട് ഇന്നെന്തായാലും കുടിയൊഴിപ്പിക്കൽ നടപടികൾ നടത്തും എന്ന ഒരു തീരുമാനത്തിലാണ് അഭിഭാഷക കമ്മീഷൻ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രദേശവാസികൾ ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടത്തുന്നത്. പോലീസിനെ അകത്തേക്ക് കയറ്റാതെ പ്രതിഷേധിക്കുകയാണ്. ഇവിടെ ഡീസലും മണ്ണെണ്ണയൊക്കെ ദേഹത്തൊഴിച്ചുള്ള പ്രതിഷേധങ്ങളും അല്പസമയം മുമ്പ് ഉണ്ടായിരുന്നു. എന്തായാലും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആത്മാഹുതി അടക്കം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. നാളുകളായിട്ടുള്ള ഇവരുടെ ഒരു പോരാട്ടം കൂടിയാണ്. കാരണം നേരത്തെ ഈ ഇവിടെ അടുത്തുള്ളൊരു സ്വകാര്യ വ്യക്തിയുടേതാണ് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അവരാണ് ആദ്യം കോടതിയെ സമീപിച്ചത്. കോടതിയെ സമീപിച്ച് ഹൈക്കോടതി വിധി എതിരാവുകയും പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി വിധി ശരിവെക്കുകയും ചെയ്യുന്ന നടപടി ഉണ്ടായി. അതിനുശേഷമാണ് അഭിഭാഷക കമ്മീഷനോട് ഈ ഭൂമി കുടിയൊഴിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയത്. അത് അനുസരിച്ച് ഇത്തവണ കുടിയൊഴിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിഭാഷക കമ്മീഷൻ എത്തിയിരിക്കുന്നത്. ഒരു രീതിയിലും പോലീസിനകത്ത് കയറ്റില്ല അല്ലേ? ഒരു ഇതിലും ഞങ്ങൾ കയറ്റില്ല. ഞങ്ങളെ കൊല്ലണം, ഞങ്ങളെല്ലാവരും കൊന്നിട്ട് കയറിക്കോട്ടെ. ഞങ്ങൾ മരിക്കാതെ കയറി കണക്ക് ഞങ്ങൾക്ക് പോകണമൊന്നുമില്ല. ഞങ്ങൾ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കണേ. ഇവർ ഞങ്ങളെ ഇറക്കണം. ഇവിടെയുള്ള ആൾക്കാർക്കും ഈ ഇതിന് നായന്മാർക്ക് ഈ 8 പേരെ വളർന്നപ്പോഴുണ്ടായില്ലേ, ഈ പേരെ വളർന്നപ്പോഴൊന്നും അവർ വന്നില്ല. ഇപ്പോൾ ഈ സ്ഥലത്തിന് വില പിടിപ്പോൾ അവർ കയ്യേറ്റം വയ്ക്കുന്നതിന് വന്ന് ഞങ്ങളെങ്ങോട്ട് പോകും? 8 കുടുംബങ്ങളല്ലേ ഇവിടെ താമസം? 8 കുടുംബമുണ്ട്. 8 കുടുംബമുണ്ട്. നിങ്ങൾ എത്ര പേരുണ്ട് മൊത്തം ഇവിടെ? എന്താ മൊത്തം ആളുകൾ എത്ര പേരുണ്ട്? 150ഓളം പേരുണ്ടോ? ഉണ്ടാവും. ഇത്ര ആൾക്കാരുണ്ടാവും. എല്ലാ വീട്ടിലും ആളുണ്ട്. ഞങ്ങൾ അപ്പൂപ്പന്മാരെ കാലം തുടങ്ങി ജീവിക്കുന്നതാ. ഞങ്ങൾ എവിടെ ഇറങ്ങി പോകുന്ന പറയുന്നത്? ഞങ്ങൾക്ക് ഒരു സൈഡോ ഇല്ല പോകാനായിട്ട്. ഇവിടുന്ന് ഒഴിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പകരം ഒരു ഭൂമി കാണിക്കുകയോ എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല. വെറുതെ വന്നുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി പോകാൻ പറഞ്ഞ് ഞങ്ങൾ പോവോ? ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങോട്ട് പോകും. ഹസ്ബൻഡ് ഇല്ലാത്തവരുണ്ട്, വയസ്സായവര്, പശു, ആട്, അങ്ങനെയുള്ള ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? നോട്ടീസ് പതിപ്പിക്കും എന്നുള്ളതാണ് ഇന്ന് അഭിഭാഷക കമ്മീഷൻ പറയുന്നത്. ഈ സ്ഥലങ്ങൾ ഇതൊക്കെ കാണാൻ പാടില്ലേ? ഞങ്ങൾ വന്ന കുടുംബമാണിത്. ഞങ്ങളുടെ കാരണവർ മരിച്ചുപോയി. പക്ഷേ പോലീസ് എന്തായാലും ഇവരെ നീക്കാനുള്ള ഒരു ആലോചനയിലാണുള്ളത്. ഞങ്ങൾ ഇന്ന് വന്ന് കയറിയത് പോലെയാണ് ഇവരുടെ കാട്ടം കണ്ട വീട്. ഞങ്ങൾ എത്ര കൊല്ലം ഇവിടെ താമസിക്കാൻ തുടങ്ങി. വന്നപ്പോ അവരെവിടെയായിരുന്നു? അവരെ സ്വന്തം ആധാരം എവിടെ? വീട് വന്നപ്പോ അവരെവിടെയായിരുന്നു? അളക്കിട്ടെന്നേ പുറമ്പോക്ക അന്ന് അവരെ സ്ഥലം. ഈ പരിഹാരന്മാരൊക്കെ പുറമ്പോക്ക, ഈ സ്ഥലമൊക്കെ പുറമ്പോക്ക. അവരെ സ്വന്തം സ്ഥലമാണെങ്കിൽ അവർ ആധാരം കാണിക്കണം. അതിന്റെ ഇവരിപ്പോ വന്നുകൊണ്ട് ഈ പെരിയാർ വാലി കനാലാണ് ഇവിടെ അടുത്ത് പോകുന്നത്. ഈ പെരിയാർ വാലി കനാലിന്റെ തൊട്ടടുത്താണ് ഈ 8 കുടുംബങ്ങളും താമസിക്കുന്നത്. ഇവർ പറയുന്നത് ഇത് പുറമ്പോക്ക് ഭൂമിയാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രദേശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് ഇതെന്നാണ് അവർ കോടതിയിൽ വാദിക്കുകയും അത് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ് അഭിഭാഷക കമ്മീഷന്റെ ആവശ്യം. എന്തായാലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകില്ല. കഴിഞ്ഞ തവണ 14 തവണയും വന്ന് തിരിച്ചു പോയതുപോലെ ഇത്തവണയും തിരിച്ചു പോകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. 8 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 8 കുടുംബങ്ങളും പുറമ്പോക്ക് ഭൂമിയിലാണ്. ഒരു രീതിയിലും ഇവിടെ കയ്യേറ്റം ഇല്ല, കയ്യേറി താമസിക്കുന്ന അല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇവിടെ ആളൊഴിഞ്ഞൊരു വീട്ടിലെങ്കിലും നോട്ടീസ് പതിപ്പിക്കാൻ അനുവദിക്കണമെന്ന് പോലീസ് ഇടപെട്ട് സംസാരിച്ചിട്ടും അത് സമ്മതിക്കാനായി പ്രദേശവാസികൾ തയ്യാറായിട്ടില്ല. ഒരു രീതിയിലും അത് അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ആൾ ഇല്ലാത്ത ഒരു വീടുകൾ പോലുമില്ല. ഹോസ്പിറ്റൽ ആവശ്യത്തിനായി മാറി നിൽക്കുന്നവർ മാത്രമേ ഉള്ളൂ. അതല്ലാതെ എല്ലാ വീടുകളിലും ആൾ താമസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനാകില്ല. പകരം ഒരു ഭൂമിയോ തരുകയോ അല്ലെങ്കിൽ പകരം എന്തെങ്കിലും ഒരു മുന്നോട്ടുള്ള ജീവിതത്തിനുള്ള ഒരു മാർഗം കണ്ടെത്തി തരികയോ ചെയ്യാതെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്നുള്ളതാണ് ഈ പാലിയത്തുകാവിലെ ആളുകളുടെ തീരുമാനം. എന്തായാലും പോലീസ് ഇപ്പോഴും സ്ഥലത്ത് തന്നെ തുടരുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇവരെ മാറ്റാനാകുമോ എന്നുള്ളതാണ്. പക്ഷേ ഈ ഡീസലടക്കം ദേഹത്തൊഴിച്ച് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ പോലീസിന് ഇടപെടുന്നതിനും ചില പരിമിതികളുണ്ട്.
ശരി സെഫിനിസ, എന്തായാലും കാലങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. ഉടൻ തന്നെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അവർക്ക് പോകാൻ മറ്റൊരു ഇടമില്ല. അത് കാലങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള ഇടപെടലൊക്കെ ഉണ്ടായെങ്കിൽ കൂടി ഇത് 15ാം തവണയാണ് ഇവർ വരുന്നത്. പക്ഷേ അഭിഭാഷക കമ്മീഷന്റെ ആ നടപടികളോട് ഒരു തരത്തിലും സഹകരിക്കാൻ എന്തായാലും തയ്യാറല്ല. ആ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഉന്നതിയിലെ ആളുകൾ പറയുന്നത്.